സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുമാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ദൈവമായ കർത്താവേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ യാചിച്ച് ഈ പുണ്യവാന്റെ സമീപത്ത് ചേർന്നിരിക്കുന്ന ഞങ്ങളെ അവിടെ നിന്ന് വഴി നടത്തണമേ. മർക്കോസിന്റെ വാളയിൽ ഒരുമിച്ച് ചേർന്ന ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് നൽകി ദിവ്യമായ ജ്ഞാനം കൊണ്ട് കൃപ കൊണ്ട് അവരുടെ ജീവിതത്തെ വഴി നടത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് വലിയ വെളിച്ചമായും പ്രകാശമായും ഞങ്ങളെ തുണയ്ക്കണമേ. ജീവിതത്തിൻ്റെ വൈഷമ്യങ്ങളിൽ കൈവിടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളിവിടെ ചെലവഴിക്കുന്ന ഈ സമയം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരണമേ. ഞങ്ങളെല്ലാവരുടെയും കടങ്ങളെ പൊറുക്കണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ യെരൂശലേമിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും, ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമേൻ. ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി അച്ഛൻ, ബഹുമാനപ്പെട്ട എൽദോ അച്ഛൻ, ബഹുമാനപ്പെട്ട ജെറിനച്ഛൻ, കർത്താവിൽ പ്രിയ വിശ്വാസികളെ, കുറെ മുൻപ് പരിമല തിരുമേനിയുടെ നാമത്തിൽ ഇറങ്ങിയൊരു സ്മരണഗീതമുണ്ട്. പരുമലയിൽ വാഴുന്ന പുണ്യവാനേ, പരകോടി മക്കൾക്ക് അഭയം തരാൻ പ്രാർത്ഥിക്കണേ, പ്രകാശിക്കണേ, ആശീർവദിക്കണേ കാരുണ്യമായി. എൻ്റെയൊക്കെ ഹൈസ്കൂൾ കാലത്ത് യേശുദാസിന്റെ മനോഹരമായ ശബ്ദത്തിൽ ഇറങ്ങിയ ആ മ്യൂസിക് ആൽബത്തിൽ വീണ്ടും കുറെ ഗാനങ്ങളുണ്ടായിരുന്നു. യാമം തോറും കണ്ണീരായി കർത്തൃസന്നിധേ സാഷ്ടാംഗം, യാചന നോമ്പുപവാസങ്ങൾ പാലിച്ചവനെ പരിശുദ്ധ എന്ന് തുടങ്ങിയ കുറെ പാട്ടുകൾ. കുന്നംകുളത്തുള്ള ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് പലതരം വീഡിയോകളിലൂടെ പല ചാനലുകളിലൂടെ പരുമലയും അതിൻ്റെ പരിസരങ്ങളും ഖബറും ഇവിടെ വരുന്ന വിശ്വാസികളെ അവരുടെ മനസ്സും ഒക്കെ അറിയുവാനും കാണുവാനും ധാരാളം അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് വളരെ ദൂരെയുള്ളവർക്ക് വളരെ വിരളമാണ്. അന്ന് വളരെ ദൂരമാണത്. ഇന്ന് ദൂരം കുറഞ്ഞെങ്കിൽ അന്ന് വളരെ ദൂരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പാട്ടിലൂടെ എൻ്റെ വ്യക്തിപരമായ ഓർമ്മയിൽ ഈ കാസറ്റ് വീട്ടിലെ ടൈപ്പ് റെക്കോർഡിൽ ഇങ്ങനെ വെക്കുന്നത് കേട്ട് ആദ്യം കൊണ്ടുവന്ന ടൈപ്പ് റെക്കോർഡിൽ ആദ്യം വെക്കുന്ന പാട്ട് ഈ പരുമലയിൽ വാഴുന്ന പുണ്യവാനെ എന്നുള്ള പാട്ടാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഈ പാട്ടിലൂടെയാണ് പരുമലയെ കുറിച്ചിട്ടുള്ള ഒരു ഭാവന ഹൃദയത്തിൽ നെയ്യുന്നത്. എങ്ങനെയായിരിക്കും പരുമല? പരിമല തിരുമേനിയുടെ അന്ത്യയാത്രയെ കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ആ പാട്ടിലൂടെ
നമ്മൾ മനസ്സിലൊരു ഭാവന അങ്ങനെ നെയ്യില്ലേ, ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ. പിന്നെ അതിന് ശേഷമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്, ഞാൻ അതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഈ പാട്ട് കേട്ടതിന് ശേഷം വന്ന പള്ളിയിലെ ആളുകളൊക്കെ ആയിട്ട് ഈ പരിമല കവാടം കിടക്കുമ്പോൾ ഈ പാട്ടിങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പരുമലയിൽ വാഴുന്ന പുണ്യവാനേ. അതിനുശേഷം എത്രയോ തവണ ഇവിടെ വന്നു, വൈദികനായി ഇതുപോലെ ഇവിടെ നിന്നിട്ടുണ്ട്, വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇന്നും ഇവിടെ വരുമ്പോഴറിയാതെ ഈ പാട്ട് നാവിലിങ്ങനെ മനസ്സിൽ വരും. കാരണം അത്രയും പഴയ കാലത്ത് ഒരു കേട്ട പാട്ടിന്റെ ജിജ്ഞാസയോടുകൂടെയാണ് പരിമല തിരുമേനിയുടെ ഈ ഖബറിലേക്ക് വന്ന ഓർമ്മയിൽ പരിമല തിരുമേനിയോടുള്ള ഭക്തി മൂലം, വിശ്വാസം മൂലം, മധ്യസ്ഥതയുള്ള വിശ്വാസം മൂലം ഈ പുണ്യപിതാവിന്റെ ഖബറിന്റെ ചാരെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രഭാതം, ഒരു പകൽ ധന്യമായി തീരാൻ അതിനേക്കാൾ മറ്റെന്തും ആവശ്യമില്ല. അത്ര ധന്യമായ ഒരു പകലായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യത്തിലെ കർത്താവ് പറയുന്ന, യേശു അവരോട്, ദീനന്മാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ്. ചുങ്കം പിരിക്കുന്ന ലേവിയെ ചുങ്കം പിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് വിളിക്കുന്നതാണ് ഇതിന്റെ പശ്ചാത്തലം. കർത്താവിന്റെ ശിഷ്യന്മാരിലെ അക്ഷരാഭ്യാസമുള്ളവരായിട്ട് ഞാൻ നമ്മുടെ പണ്ഡിതന്മാരായ അധ്യാപകരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കേട്ടിട്ടുള്ള കാര്യങ്ങൾ, മത്തായി, യോഹന്നാൻ ഒഴിച്ച് ബാക്കി ആർക്കും അക്ഷരജ്ഞാനം ഇല്ലായിരുന്നു എന്നാണ്. ചുങ്കം പിരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഭാഷാപരമായ വൈദഗ്ധ്യം വേണമെന്ന് നിർബന്ധമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ചുങ്കം പിരിച്ചു കൊടുക്കാനുള്ള ഒരു സാമർഥ്യം മാത്രമാണ് ആവശ്യമായിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ചുങ്കക്കാരനായ ലേവിയുടെ കൂടെ കുറെ ചുങ്കക്കാരും വന്നു. അങ്ങനെ യേശു ഭക്ഷണത്തിനിരുന്നപ്പോ ഇവരെല്ലാവരും കൂടെ ഇരുന്നു. ചുങ്കക്കാരും ഇരുന്നു, പാപികളും ഇരുന്നു. എല്ലാ മനുഷ്യരും വന്നു ചേർന്നവർക്ക് യാതൊരു ഹൈറാർക്കി അവിടെ ഉണ്ടായിരുന്നില്ല. യേശുവിന്റെ അടുത്ത് എല്ലാവർക്കും വന്ന് ഇരിക്കായിരുന്നു, ഭക്ഷണമായാലും എന്തായാലും. അവൻ യഹൂദനാണ്, ഗുരുനാഥനാണ്, പ്രബോധനങ്ങൾ നടത്തുന്ന ആളാണ്. അതുകൊണ്ടൊരു മാറ്റി നിർത്തൽ ഉണ്ടാകാതിരുന്നത് കൊണ്ട് ലേവ്യനായ ചുങ്കക്കാരനായ ലേവിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ യേശുവിന്റെ കൂടെ ഇരുന്നു. യേശു ആരെയും തടഞ്ഞില്ല, ആരെയും തടയാറില്ല. ഭക്ഷണം കഴിക്കാനാണെങ്കിലും അടുത്തു വരാനാണെങ്കിലും ആലിംഗനം ചെയ്യാനാണെങ്കിലും സ്പർശിക്കാനാണെങ്കിലും ആരെയും തടയാത്ത യേശുവിന്റെ അടുത്ത് എല്ലാവരും കൂടെ ഇരുന്നു. അപ്പോൾ പരീശന്മാരിലെ ന്യായശാസ്ത്രിമാർ യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഗുരുനാഥൻ ഈ ചുങ്കക്കാരോടും പാപികളോടും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? വളരെ ഭയങ്കരമായ ഒരു കൗശലം ഈ ന്യായശാസ്ത്രിമാരും പരീശ പ്രമുഖന്മാരും എപ്പോഴും നടത്താറുണ്ട്. ക്രിസ്തു എന്തെങ്കിലും ചെയ്ത് ക്രിസ്തുവിനെ വിമർശിക്കണമെന്ന് തോന്നിയാൽ അത് യേശുവിനോട് പറയില്ല. ആരോട് പറയും? ശിഷ്യന്മാരോട് പറയും, അല്ലേ? ഇപ്പൊ ശിഷ്യന്മാരോടാണ് ചോദിച്ചത്, എന്താണ് നിങ്ങളുടെ ഗുരുനാഥൻ ഈ പാപികളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതെന്ന് ചോദിച്ചു. ഇനി ശിഷ്യന്മാരോട് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് ആരോട് ചോദിക്കും? യേശുവിനോട് ചോദിക്കും.
അല്ല, നിന്റെ ശിഷ്യന്മാരെ ഉപവസിക്കാഞ്ഞതെന്ത്? നിന്റെ ശിഷ്യന്മാരെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ന്യായപ്രമാണം അരച്ച് കൈയൊന്നും കഴുകാത്തത് എന്ത്? നിന്റെ ശിഷ്യന്മാര് ശാബത്തിൽ കതിർ പറിച്ച് തിന്നുന്നത് എന്ത്? ഇതാരോട് ചോദിച്ചതാ? യേശുവിനോട് ചോദിക്കുകയാണ്. പക്ഷെ എല്ലാറ്റിന്റെ ഉത്തരം ആരാ പറയാറ്? യേശുവാണ്. നിങ്ങൾ എന്തുകൊണ്ട് ഉപവസിക്കാത്തതെന്ന് യേശുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെ സംബന്ധിച്ച് ചോദിച്ചതിന് ഉത്തരം കർത്താവ് തന്നെയാണ് പറയുന്നത്. യേശു എന്തുകൊണ്ടാണ് ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതെന്ന ചോദ്യത്തിനും യേശു തന്നെയാണ് മറുപടി പറയുന്നത്. ശിഷ്യന്മാർക്ക് ഒരു പക്ഷെ അന്ന് ആ കാലഘട്ടത്തിൽ ഇതിനെ കുറിച്ച് കൃത്യമായൊരു മറുപടി പറയാനൊന്നും ഒരു പക്ഷെ അറിയില്ലാഞ്ഞിട്ടായിരിക്കാം. എന്തായാലും യേശു അവരെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാറില്ല. ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാറില്ല. അവർക്ക് വേണ്ടി അടികൊള്ളാൻ ശിഷ്യന്മാരെ വിട്ടുകൊടുക്കാറില്ല. അതെല്ലാം ക്രിസ്തു തന്നെ അതിനുള്ള മറുപടി അവരോട് നേരിട്ട് പറയും. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഇവിടെയും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിന്റെ ഗുരുനാഥൻ, നിങ്ങളുടെ ഗുരു പാപികളുടെ കൂടെ ഇരിക്കുക? അത് വലിയ സംഭവമാണ്, പ്രശ്നമാണ്. ഇവരെ പാപികളെന്ന് കുറച്ച് പേരെ ഇങ്ങനെ വിധിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ ആരും യഹൂദന്മാരിൽ മുന്തിയ ആളുകളൊന്നും ഇരിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനെയാണ് ഇവിടെ ക്രിസ്തു അതിജീവിക്കുന്നത്. അപ്പോ അതിനുള്ള മറുപടിയാണ് യേശു പറയുന്നത്, ദീനന്മാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ എത്ര വിളിപ്പാൻ വന്നത്. ആഴമായ ഫിലോസഫിയാണ്. സാധാരണ തത്വശാസ്ത്രമൊക്കെ പറയുമ്പോൾ അത് മടുപ്പും വരണ്ട അനുഭവമാണ് ഉളവാക്കുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് ഒരു ഹൃദയത്തിന്റെ നനവുണ്ടാകും. ക്രിസ്തു പറയുന്ന ഫിലോസഫിക്ക് ഒരു ഹൃദയത്തിന്റെ നനവുണ്ടാകും. അങ്ങനെ വളരെ വൈകാരികമായി നമ്മെ കൊത്തിവലിക്കേണ്ട ഒരു വാചകമാണ് ക്രിസ്തുവിടെ പറയുന്നത്. ഞാൻ ദീനന്മാരെ വൈദ്യനായിട്ട് വന്നവനാണ്, ഞാൻ പാപികളെ വെളിപ്പാൻ വന്നവനാണ്. അപ്പോൾ ഇവിടെ ആരാണ് നീതിമാന്മാർ? ആർക്കാണ് സൗഖ്യമുള്ളത്? ആരാണ് പാപികൾ? നമുക്കറിയാലേ, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര രക്ഷിപ്പാൻ വന്നത് എന്ന് പറയുമ്പോ കേൾക്കുന്ന പരീക്ഷന്മാർക്ക് ഒരു പക്ഷേ അവര് നീതിമാന്മാരാണെന്ന് തോന്നിക്കാണാം. പക്ഷേ ആ സൗഖ്യം ആവശ്യമുള്ളവരാണ് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും. ക്രിസ്തീയമായ നമ്മുടെ ധർമ്മം അതാണ്. ക്രിസ്തീയമായ ഒരു ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കാനുണ്ടെങ്കിൽ അതാണ്. എല്ലാവർക്കും സൗഖ്യം ആവശ്യമുള്ളവരാണ്. നമ്മളെ എല്ലാം ക്രിസ്തു രക്ഷിപ്പാൻ വേണ്ടി വന്നവനാണ്. ആരെയും മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. അവിടെ ഞാൻ നീതിമാന്മാരെ അല്ല രക്ഷിപ്പാൻ വന്നത് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം അങ്ങനെ നീതിമാന്മാരില്ല, ഒരു കൂട്ടം പാപികളില്ല. എല്ലാവർക്കും ആ രക്ഷ ആവശ്യമുള്ളതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ വാക്യത്തിനോട് നമ്മൾ പുലർത്തേണ്ട ബോധ്യം. അതുകൊണ്ട് ഈ വാക്യം നമ്മെ അനുതാപത്തിലേക്ക് ഉള്ള ഒരു ഉണർത്ത് നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒരുപാട് കേട്ട് ഒരുപാട് പരിചയിച്ച, നമ്മൾ ഒരുപാട് ഉരുവിടുന്ന ഒരു പദമാണ് അനുതാപം, പശ്ചാത്താപം, ഏറ്റുപറച്ചിൽ ഇവയൊക്കെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മീയതയിലേക്കുള്ള മഹത്തായ ഒരു ചുവടുവെപ്പാണ് പശ്ചാത്താപവും ഏറ്റുപറച്ചിൽ. ഏറ്റവും മഹത്തായ ഒരു ചുവടുവെപ്പാണ്. അതിനെ നമുക്കൊരു പരിപൂർണമായ വിടുതൽ നൽകുന്ന ഒന്നാണ് അനുതാപം.
അനുതാപം ഏറ്റുപറച്ചിൽ പരിപൂർണമായ വിടുതൽ നൽകുന്ന ഒന്നാണ്. അനുതപിച്ച് പശ്ചാത്തപിക്കുമ്പോൾ നമുക്ക് കരയാൻ പറ്റും. നമ്മള് കരച്ചിലിനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെ? ദൈവത്തിന് പ്രസാദമായ യാഗമോ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയമാണ്. ദാവീദിന് ഒരു വിടുതൽ ലഭിക്കുന്നത് അവൻ ചെയ്ത പിഴയെ ഓർത്ത് രാത്രി മുഴുവൻ കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് കട്ടിലിനെ നനച്ചപ്പോഴാണ്. നമുക്ക് ഇന്നായാലും എപ്പോഴായാലും നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കരയാനൊരു മടിയുള്ളവരാണ്, പ്രത്യേകിച്ച് പുരുഷന്മാർ, അല്ലേ? കരയാനൊരു മടിയാണ്. കരഞ്ഞാലും ആരെങ്കിലും കാണുന്നതിന് മുമ്പ് കണ്ണൊക്കെ തുടച്ച് എനിക്കൊരു പ്രശ്നമില്ല എന്ന രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ ആണ് നമുക്ക് ഇഷ്ടം. കാരണം എന്താ പറയുക, നമ്മുടെ കരച്ചിൽ മറ്റുള്ളവർക്ക് പലപ്പോഴും മനസ്സിലാവൂല, അതവർക്ക് ചിരി ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ കടന്നുപോയ ആ വഴിയിലൂടെ സഞ്ചരിക്കാത്തവർക്ക് ഒരാളുടെ കരച്ചില് കേൾക്കുമ്പോഴും കാണുമ്പോഴും അത് പക്ഷെ ചിരി ഉളവാക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ മുമ്പില് കരയാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. സുഗതകുമാരിയുടെ രാത്രി മഴ എന്നൊരു കവിത ഒരു പക്ഷേ കുറെ പേരെങ്കിലൊക്കെ മനസ്സിലാക്കുന്ന ഒരു കവിതയായിരിക്കും. ഇതിൽ ആ കവിയത്രി തൻ്റെ സ്വഭാവത്തെ രാത്രി മഴയോട് ഉപമിക്കുന്നുണ്ട്. അതിൽ അവരിങ്ങനെ പറയുന്നു: നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്ത് വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻ ചിരിയും തിടുക്കവും നാട്യവും ഞാൻ അറിയുന്നതെന്തുകൊണ്ടെന്നോ ഞാനും ഇതുപോലെ രാത്രി മഴ പോലെ. ചില രാത്രിയിൽ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്ത് ഇപ്പൊ ഇന്നത്തെ ഈ പ്രഭാതം വിടരുമ്പോൾ ഒരു വെളിച്ചമായി തിളക്കമായി കരച്ചിലിന്റെ പാടുകളൊക്കെ മുഖത്തു നിന്ന് മാറ്റി ഒരു രാത്രി മഴ മാറി പുലരി വിടരുന്ന പോലെ പലപ്പോഴും ഇങ്ങനെ കവിയത്രി ഓർക്കുകയാണ്. രാത്രി ഉറങ്ങാതെ ഇരുന്ന് കരഞ്ഞത്, വിഷമിച്ചത്, സങ്കടപ്പെട്ടത്. എന്നാലും നേരം വെളുക്കുമ്പോൾ ആരുടെയെങ്കിലും മുമ്പിൽ എത്തുമ്പോൾ ആ കരച്ചിലും കണ്ണുനീരൊക്കെ തുടച്ച് പ്രസന്നമായ ഒരു പുലരി പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുക. പക്ഷേ അനുതാപം ക്രിസ്തുവിന്റെ മുമ്പാകെ നമുക്ക് കരയാൻ ലഭിക്കുന്ന ഒരു വലിയ ആശ്വാസമാണ്. കരച്ചിൽ വലിയൊരു ആശ്വാസമാണ്. നമ്മൾ പറയും ചിലരെ കുറിച്ച്, ആ ആള് മിസ്സിംഗ് എന്ന് പറയും. മിസ്സിംഗ് എന്ന് വെച്ചാൽ ലോകത്ത് നിന്നോ അല്ലെങ്കിൽ ഇവിടേക്ക് നാട് വിട്ടു പോയ മിസ്സിംഗ് അല്ല. അതുവരെ എല്ലാവരോടും വർത്താനം പറഞ്ഞിരുന്ന, എല്ലാ തമാശകളിലും കൂട്ടങ്ങളിലും കൂടിയിരുന്ന ആള് പെട്ടെന്ന് ഒരു ദിവസം അതിലൊന്നും ഉൾപ്പെടുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്നില്ല. എല്ലാ പരിപാടികളിലും സംബന്ധിച്ചിരുന്ന ആള്, ഇടവകയാണെങ്കിലും മറ്റേത് തരത്തിലാണെങ്കിലും വളരെ മുന്നിൽ നിന്നിരുന്ന ആള് ഒരു ദിവസം പെട്ടെന്ന് പിന്നിലാവുന്നു. ആളെവിടെയും കാണാനില്ല. വിളിച്ചു നോക്കുമ്പോ ഉത്തരമില്ല, മെസ്സേജിന് മറുപടിയില്ല. അപ്പൊ നമ്മൾ പറയാം ആള് മിസ്സിങ്. അന്ന് കാണുമ്പോ കരയൊന്നുമില്ല. ഈ മിസ്സിങ് എന്ന് പറയുന്നത് സങ്കടം പോലെയല്ല, അത് ഹൃദയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്ന ഒരു അനുഭവമാണ്. സങ്കടം അങ്ങനെ പെയ്ത് തോരും. എന്നാൽ ഇതിങ്ങനെ ഉമിത്തിയിലെ കനൽ കിടക്കുന്ന പോലെ കരയാൻ വയ്യാതെ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് തീരുന്ന ആളുകൾ ഉണ്ട്. നമ്മുടെ ഒരു ശ്രദ്ധ അവരിലേക്ക് ഉണ്ടാകണം. ഒരാൾ മിസ്സിംഗ് ആയി അല്ലെങ്കിൽ ഒരാൾ അവനൊന്നിലിപ്പോ വരുന്നില്ല എന്ന് പറയുമ്പോ അതിന്റെ കാരണത്തിലേക്ക് ഒന്ന് അന്വേഷിക്കുവാനുള്ള അനുകമ്പ വീട്ടിൽ നിന്നും തന്നെ ആരംഭിക്കേണ്ടതായിട്ട്. അതുകൊണ്ട് ഈ കരച്ചില് നമുക്ക് ആരുടെയും ഔദാര്യമോ അനുവാദമോ ഒന്നും അതിന് ആവശ്യമില്ല, അല്ലേ? ആരുടെയും അനുമതി മേടിക്കണോ? ആരുടെയും സഹായമില്ലാതെ നമുക്ക് ലഭിക്കുന്ന ഒരു സമാധാനമാണ് ഈ കരച്ചിൽ. അപ്പൊ അനുതാപം, ഏറ്റുപറച്ചിൽ നമുക്ക് ഉള്ളു തുറന്നുള്ള ഒരു കരച്ചിലിനെ സഹായമാക്കും.
കർത്താവിൻ്റെ വാക്കുകൾ പലപ്പോഴും ഈ അനുതാപത്തിലേക്ക് നമ്മെ തിരിപ്പിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാകണം. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ നമുക്കെല്ലാവർക്കും അറിയാം, ആ പട്ടണത്തിലെ പാപിനിയായ ഒരു സ്ത്രീ ഒരു പരീശന്റെ വീട്ടില് കർത്താവ് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ ആ കണ്ണീര് കൊണ്ട് കർത്താവിന്റെ കാലുകൾ തുടച്ചു, കാലുകൾ നനച്ചു, തലമുടി കൊണ്ട് തുടച്ചു, കാല് ചുംബിച്ചു, ആ കാലിൽ തൈലം പൂശി. കരച്ചിലാണ്, അവിടെ ഒന്നും പറയുന്നില്ല, കണ്ണുനീര് തന്നെ കർത്താവിനെ, ആ സ്ത്രീയെ പരിപൂർണമായിട്ടുള്ള മോചനം കൊടുക്കാൻ സാധിച്ചു. കർത്താവ് പറഞ്ഞു, അവൾക്കെല്ലാം അധികവും എല്ലാം ഇളച്ച് ലഭിച്ചു, അവൾക്ക് കൂടുതലായിട്ട് ഇളച്ച് ലഭിച്ചു എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് നിന്റെ അനവധിയായ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞയക്കണം. കരച്ചിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു വലിയ സമാധാനമാണ്. നമുക്കറിയാം, 1 ശമൂവേൽ 1-ാമത്തെ പുസ്തകത്തിൽ എൽക്കാനയ്ക്ക് 2 ഭാര്യമാരാണ്. ഒരാളുടെ പേര് ഹന്ന, മറ്റേ ആളുടെ പേര് പെനീന എന്ന 2 ഭാര്യമാരുണ്ടായിരുന്നു. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളില്ല. അപ്പോ യാഗം കഴിക്കാൻ പോകുമ്പോ ഈ പെനീന എപ്പോഴും ആരെ കളിയാക്കും? ഹന്നയെ കളിയാക്കും. എന്ത് പറഞ്ഞാ കളിയാക്കുന്നത്? മക്കളില്ലാത്തതിന്റെ പേരില് കളിയാക്കും. എന്തൊരു ക്രൂരമാണല്ലേ! ഒരാളുടെ കുറവുകളെ നോക്കി പരിഹസിക്കുന്നതിനപ്പുറത്തുള്ള, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളില് സമാധാനം കൊടുക്കേണ്ട ആളുകൾ. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയമായ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. നമ്മൾ ഇതുപോലെ ആരെങ്കിലും മുറിവേൽപ്പിക്കാറുണ്ടോ? അറിഞ്ഞോ അറിയാതെയോ? ചിലപ്പോൾ രോഗികളൊക്കെ കാണാൻ പോകാറുണ്ട് അല്ലേ? ഇതിൽ ആശുപത്രിയിലൊക്കെ പലപ്പോഴും നമ്മൾ കാണാൻ പോകുമ്പോൾ എല്ലാവരും പോയതുകൊണ്ട് ഒന്ന് പോവാമെന്ന് കരുതിയാണ് പലപ്പോഴും പോവുക. അപ്പൊ പോയാൽ തന്നെ ആ രോഗിയുടെ അടുത്ത് എന്ന് നമ്മൾ ആദ്യം, ചിലപ്പോ ചില ഔചിത്യം ഉണ്ടെങ്കിൽ അത് ചെയ്യില്ല, എന്ത് ചെയ്യും? വല്ലാത്തൊരു നെടുവീർപ്പ് ആ ആശുപത്രി കിടക്കയുടെ സമീപത്ത് കസാരയിലിരുന്ന് ആ താടിക്ക് കയ്യും കൊടുത്ത് എന്നൊരു വളരെ സ്വസ്ഥമായി കിടന്നിരുന്ന രോഗിയുടെ ഉള്ളില് അപ്പ തുടങ്ങുകയായി ആശങ്ക, അല്ലേ? ഇതിപ്പോ എന്താണ് ഇങ്ങനെ? പിന്നെ രോഗിയുടെ അടുത്ത് സന്തോഷം പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് കരുതി അല്പം സങ്കടം വെറുതെ നമ്മൾ മുഖത്ത് വാരിക്കോരിയിടും. പിന്നെ ഇങ്ങനെ അസുഖം വന്ന് മരിച്ച ആളുകളുടെ ലിസ്റ്റ് പറയും. ചിലർ അല്പം കൂടെ കടന്ന് ഇതിനിവിടെ ആശുപത്രിയിൽ നിന്ന് വരേണ്ട ആവശ്യമില്ല, ഞാൻ 1-2 പൊടിക്കൈകളും ഒക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ചില സിദ്ധൌഷധങ്ങൾ ഉപദേശിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായി ആ രോഗിക്ക് കൂടെ നിൽക്കുന്ന ആളുകൾക്കും ഭയങ്കര ആശയക്കുഴപ്പമുണ്ടാക്കി തിരിച്ചു പോരുന്ന ആളുകൾ ഉണ്ടാവും. മറ്റുള്ളവരുടെ വേദനയിൽ ഈ പെനീന ഈ ഹന്നയോട് എപ്പോഴും അവൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴൊക്കെ മക്കളില്ലാത്ത അവളുടെ വേദന പറഞ്ഞ് കളിയാക്കും. ഇത് അവൾക്ക് വളരെയേറെ വ്യസനമുണ്ടാക്കി. അവൾ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും ഈ പെനീന അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അവളെ പ്രകോപിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞ് പട്ടിണി കിടന്നു, വിഷമിച്ചു, കരച്ചിലാണ്. ഇങ്ങനെ പരിഹസിക്കുന്നതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ കരച്ചിലാണ്. പക്ഷേ അവിടെ എൽക്കാനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഇന്ന് വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എൽക്കാന യാഗം അർപ്പിക്കുമ്പോ പെനീനായ്ക്കും മക്കൾക്ക് ഉള്ളത് മാറ്റിവെക്കും, ഹന്നായ്ക്ക് മക്കളില്ലെങ്കിലും അധിക മോഹരി മാറ്റിവെക്കുന്ന പറയും. പെനീന കളിയാക്കുമെങ്കിലും എൽക്കാന ഹന്നായ എപ്പോഴും
ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അവരുടെ കുറവുകളെ അവൾ അറിയാതിരിക്കാൻ വേണ്ടി മക്കളുള്ള പെനീനയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ അധികമായ ഓഹരി എപ്പോഴും നമ്മൾ പറയാറില്ലേ, നീ കഴിച്ചില്ലെങ്കിലും അവൾക്ക് കഴിക്കാൻ കൊടുക്കണം, നീ ധരിച്ചില്ലെങ്കിലും. ഇതെപ്പോ പറയുന്ന? എല്ലാവരും എന്തെങ്കിലും വിഴിച്ചിരിക്കണേ. ഇതെപ്പോ പറയുന്ന? അതൊക്കെ ആരും ഓർക്കുന്നില്ലേ? നീ കഴിച്ചില്ലെങ്കിൽ അവൾക്ക് കഴിക്കാൻ കൊടുക്കണം, നീ ഉടുത്തില്ലെങ്കിൽ അവൾക്ക് ധരിക്കാൻ കൊടുക്കണം, നീ ദാഹിച്ചിരുന്നാൽ അവൾക്ക് കുടിക്കാൻ നൽകണം എന്ന് പറയുന്നതിന്റെ മറ്റൊരു വെർഷനാണ്. അവൾ അധികമായി, ഈ ഹന്ന അവളെ അധികമായിട്ട് എൽക്കാന കരുതി. അത് കഴിഞ്ഞ് എന്നും ഈ കരച്ചിലാണ്. വീട്ടിൽ എന്നും ഈ ഹന്ന മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചില്ല. സാധാരണ ഭർത്താക്കന്മാരുടെ പ്രശ്നം കുറച്ചു നേരം കരച്ചിൽ കണ്ട പിന്നെ അവർക്ക് കരയാനല്ല വരിക, അല്ലേ? ഇത് എന്താ, എവിടെ പോകാൻ ഇറങ്ങിയാലും ഇതെന്നെ പറഞ്ഞ കരച്ചിലാണല്ലോ ഭർത്താവേ. പക്ഷേ അവിടെ ഈ എൽക്കാന അവളെ ആശ്വസിപ്പിക്കുന്നതിന് വളരെ സുന്ദരമായ, വളരെ തരളമായ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ്, ഒരു വാചകം പറഞ്ഞാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 8-ാം വാക്യം, അവളുടെ ഭർത്താവായ എൽക്കാന അവളോട്, നീ എന്തിന് കരയുന്നു? നീ എന്തിന് പട്ടിണി കിടക്കുന്നു? നീ എന്തിന് വ്യസനിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലയോ? ഇതൊരു ആശ്വാസമല്ലേ അത്? ഈ ഭർത്താവ് ഭാര്യയോട് പറയാണ്, നീ എന്തിനാണ് മക്കളില്ല എന്ന് പറഞ്ഞ് കരയുന്നത്? നീ എന്തിനാണ് ഇവരെ പട്ടിണി കിടക്കുന്നത്? നീ എന്തിനാണ് വ്യസനിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലയോ? അങ്ങനെ ഭർത്താവിന്റെ ഭാഗത്ത് ഒരു ആശ്വാസം കിട്ടി. എന്നിട്ടും ശരിയാവുന്നില്ല. എന്നിട്ട് പള്ളിയിൽ പോയിരുന്ന് കരയാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് കരഞ്ഞു. ഞാൻ പറഞ്ഞ കരച്ചില് നമുക്ക് നൽകുന്ന ഒരു ആശ്വാസത്തെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയാ. കരയാൻ മടിക്കുന്ന നമുക്കൊന്ന് ഓർക്കാൻ വേണ്ടിയാ. ഏലി എന്ന പുരോഹിതനുള്ള കരച്ചിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഏലി അവളോട്, നീ എത്ര കാലം ഇങ്ങനെ ലഹരിയിൽ കഴിയും? വീഞ്ഞുപേക്ഷിക്കുക. ഹന്നയുടെ കരച്ചിൽ കണ്ടപ്പോ അതാ പറഞ്ഞേ, ചിലർക്ക് ഇത് മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടാവും നമുക്ക്. ഏലിക്ക് തോന്നിയത്, അവള് ഒരു പുരോഹിതന് വരെ തോന്നിയത് ഹന്നയുടെ കരച്ചിൽ അവൾ വീഞ്ഞുപയോഗിച്ചിട്ടാണെന്നാണ്. അതുകൊണ്ടാണ് മറ്റൊരാളുടെ കരച്ചിൽ നമുക്ക് മനസ്സിലാകാൻ പ്രയാസമാകുന്നത്. ഹന്നയുടെ കരച്ചിൽ വീഞ്ഞുപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഹന്ന പറയുന്നുണ്ട്, അടിയനെ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുതേ. അടിയന്റെ സങ്കടം കൊണ്ടും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദൈവത്തോട് സംസാരിച്ചത്. കുറേ നേരം കരഞ്ഞപ്പോ ഏലി അതിനൊരു സമാധാനവാക്ക് പറഞ്ഞു. ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള നിന്റെ അപേക്ഷ അവൻ നിനക്ക് നിവർത്തിച്ചു തരുമാറാകട്ടെ. ഒറ്റ വാചകം പറഞ്ഞോളൂ, ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ അതിന് ഹന്നയുടെ മറുപടി, അടിയനെ തൃക്കണ്ണിൽ നിന്ന് കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ ആ സ്ത്രീ തന്റെ വഴിക്ക് പോയി. പിന്നെ അടുത്ത വാക്യം, അവൾ ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അവൾ ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. പിന്നെ പെനീന എന്തൊക്കെ പറഞ്ഞാലും അവള് കരഞ്ഞില്ല. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് കരയാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവരുടെ ഹൃദയം മുഴുവൻ അവരുടെ ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അവിടെ സമർപ്പിച്ചാണ്. പകർന്നു എന്നാ പറയുന്നത്. ഹൃദയം ദൈവമുൻപാകെ പകർന്നു. അവിടുന്ന് ലഭിക്കുന്ന ഒരു വലിയൊരു ആശ്വാസം. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതും ഈ ഒരു വലിയ ആശ്വാസത്തിന് വേണ്ടി അല്ലേ? പലപ്പോഴും നമ്മളിവിടെ ഒരുപാട് കരച്ചിലോടെ വരുന്നതാണ്. നമുക്ക് അറിയാതൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. എന്തിനാണ് നമ്മളോട് കരയാൻ ദൈവം പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കരച്ചിൽ കണ്ട് അവിടെ ഇരുന്ന് രസിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ കരച്ചിലിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളിലും യാമപ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും ആരാധനകളിലും ഒക്കെ
മസമൂറകളിലൂടെ മറ്റും ഈ കരച്ചിലിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ദൈവം അങ്ങനെ മനുഷ്യന്റെ സങ്കടം മാത്രം കണ്ടിങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും അല്ലെ? എന്തിനാണ് ദൈവ മനുഷ്യന്റെ കരച്ചിൽ കാണുന്നത്? അത് നേരെ തിരിച്ചാണ്. ഈ കരച്ചിൽ എന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്ത് എന്നേക്കുമുള്ള ചിരി വരുത്താനുള്ള ഒരു മാർഗമാണ് ഈ കരച്ചിൽ. ദൈവമുൻപാകെ ഹൃദയം പകർന്ന് കരയുന്നവന് അവനവന് ലഭിക്കുന്ന ഒരു ആശ്വാസത്തിന്റെ പുഞ്ചിരി അവന്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും അവന്റെ പിന്നാലെ. ആ സന്തോഷത്തിലേക്ക്, ആ നിത്യമായ ആനന്ദത്തിലേക്ക് ഒരു കരച്ചിലൂടെ അല്ലാതെ ഇവിടെ ഹന്ന അങ്ങനെ ഹൃദയം പകർന്ന് കരഞ്ഞതുപോലെ ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ മറിയം ആ പരീശന്റെ വീട്ടിൽ യേശുവിന്റെ കാൽക്കൽ ഒന്നും നോക്കാതെ, ഒരു നാണവുമില്ലാതെ, ഒരു മാനവും നോക്കാതെ അനേകരുടെ മുൻപാകെ തലയെടുപ്പോടെ നിന്നവളായിരിക്കാം ഒരു പക്ഷെ. അതൊക്കെ മറന്ന് കരഞ്ഞപ്പോൾ ലഭിച്ച ആശ്വാസം അതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ കരയുക എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മുടെ കരച്ചിൽ കണ്ടിരിക്കാനാണ് ഇഷ്ടമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. പകരം എന്താണ്? നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണമാണ് അവിടെ വരേണ്ടത്. നമ്മൾ പത്രോസ്ലീഹയെ അനുധാബി മോർ പത്രോസേ എന്ന് പറയുന്നുണ്ടല്ലേ? അനുധാബി. കാരണം പത്രോസിന്റെ അനുതാപത്തെ കുറിച്ച് നമ്മൾ പാടുന്നുണ്ട്. പിൻവാതിക്കലിരുന്നേവം ശീമോൻ പാരം കേണോദി, ഗുരുവേ ഞാൻ ശിഷ്യൻ, വാതിൽ തുറന്നാലും സ്വർഗത്താക്കോൽ കൈവിട്ടേ പാരും വാനും കേഴുന്നു. പത്രോസിന്റെ കരച്ചിലാണ്. സ്വർഗത്തിന്റെ താക്കോല് കൈവിട്ടെന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ കരഞ്ഞ പത്രോസിന്റെ അടുക്കലേക്ക് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു അനുതപിച്ച പത്രോസിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ഏറ്റുപറച്ചിൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒറ്റ വാചകം മതി. ഏറ്റുപറച്ചിൽ, ഞാൻ അവനെ സ്നേഹിക്കുന്നു. പത്രോസിനെ കൊണ്ട് യേശു മറ്റൊന്നും ഏറ്റുപറയിപ്പിച്ചില്ല. പത്രോസിനെ കൊണ്ട് യേശു വേറൊന്നും പറയിപ്പിച്ചില്ല. 3 പ്രാവശ്യവും ചോദിച്ചത് ശീമോന്റെ സ്നേഹത്തെ കുറിച്ചാണ്. നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. എന്നെ തള്ളിപ്പറഞ്ഞിട്ടും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. എന്നെ ഉപേക്ഷിച്ചു പോയിട്ടും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോ അനുതാപം, ഏറ്റുപറച്ചിൽ, പശ്ചാത്താപം, അതിനെ ഈ സ്നേഹമെന്ന ആ ഭാവത്തേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. അനുതപിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ ശീമോന്റെ അടുത്ത് വന്ന്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിലും വന്ന് ഈ ചോദ്യം നമ്മളോട് ചോദിക്കും. നമുക്ക് ഏറ്റുപറയാൻ ഒറ്റ വാചകം മതി. ഏതാണ്? ഞാൻ നിന്നെ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നു. അവിടെ വേറൊരു കൗതുകം കൂട്ടുണ്ട്. സുവിശേഷത്തിലെ യോഹന്നാൻ അവകാശപ്പെടുന്നുണ്ട്. എന്താണ്? യേശു അധികമായി സ്നേഹിച്ച ശിഷ്യൻ. ആ യോഹന്നാൻ അവിടെ ഉണ്ട്. എന്നാലും ആ യോഹന്നാനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാന്റെ അവകാശവാദം മറ്റൊന്നുമായിരുന്നില്ല. യേശു എന്നെ കൂടുതൽ സ്നേഹിച്ചു. യോഹന്നാൻ മറ്റൊന്നും അവകാശപ്പെട്ടില്ല. യോഹന്നാന്റെ അവകാശം ഒരു കാര്യം മാത്രമാണ്: യേശു എന്നെ അധികമായി സ്നേഹിച്ചു. പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നതാണ്, നിന്റെ അനുതാപം, നിന്റെ ഏറ്റുപറച്ചിൽ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ഈ രക്ഷ ആവശ്യമുള്ളവരാണ്. നീതിമാന്മാരെ അല്ല, പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നത് എന്ന് പറയുമ്പോൾ ഈ രക്ഷ
നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളതാണ് എന്ന് നാം ഓർക്കണം. ഇതിന്റെ തന്നെ മറ്റൊരു വശമാണ്, നമ്മളൊക്കെ സൗഖ്യവും ആവശ്യമുള്ളവരാണ്. ഞാൻ രോഗികളെയാണ് രക്ഷിപ്പാൻ വന്നതെന്ന് പറയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന കുറച്ച് ആളുകൾ രോഗമില്ലാത്തവരാണ് എന്ന് അതിനെ അർത്ഥമില്ല, അല്ലേ? എല്ലാവരും രോഗികളാണ്. നമുക്ക് എല്ലാവർക്കും സൗഖ്യം ആവശ്യമുണ്ട്. ഈ ഒരു ബോധ്യം നമ്മെ എന്തുമാത്രം കരുണയുള്ളവരാക്കി മാറ്റുമെന്നറിയാമോ? നമുക്കെല്ലാവർക്കും സൗഖ്യം ആവശ്യമുള്ളവരാണ് എന്ന ഒരു ചിന്ത, ഒരു ബോധ്യം ഈ ലോകത്തെ തന്നെ അതിമനോഹരമാക്കി മാറ്റും. ബന്ധങ്ങളെ അതിമനോഹരമാക്കി മാറ്റും. അത് നമ്മുടെ തലമുറകളോടും നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പരസ്പര സൗഖ്യം ആവശ്യമുള്ളവരാണ് നമ്മളെല്ലാവരും. അത് വീട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങണം. വീട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും പറയാൻ ഇടയാകുന്നത്, അവരെ നമ്മളോടൊന്നും സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരാളെ മാത്രമല്ല, എല്ലാവരും, അല്ലേ? പരസ്പരം ഒന്ന് ഉമ്മറത്തിരുന്ന് വർത്താനം പറഞ്ഞിട്ട് എത്ര നാളായി നിങ്ങൾ? ഉമ്മറം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നതാണ് ഉമ്മറം. നിങ്ങളെന്താ പറയാ? ഇവിടെ ഉമ്മറെന്ന് പറയോ? സിറ്റ് ഔട്ടിന്റെ അവിടെ ഉമ്മറന്ന് പറയാട്ടോ. അവിടെ ഇരുന്ന് വർത്താനം പറയുന്ന എത്ര പേരുണ്ട്. അത് ഈ ഒരു സൗഖ്യം ആവശ്യമുള്ളവരാണ്. പരസ്പരം നമ്മുടെ വീട്ടിൽ സൗഖ്യം ആവശ്യമുള്ളവരാണെന്ന് ബോധ്യം ഉണ്ടാകണം. നമ്മുടെ മാതാപിതാക്കൾ, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, മക്കൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഏറ്റവും അധികം അറ്റൻഷൻ കിട്ടുന്നത് നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും അടുത്താണ്. നമ്മുടെ മാതാപിതാക്കളുടെ അടുത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത്. നമ്മുടെ ശ്രദ്ധ ഏറ്റവും അധികം നമുക്ക് ലഭിക്കുന്നത് അവരുടെ അടുത്താണ്. നമ്മെ സ്നേഹിക്കാനും നമ്മെ കേൾക്കാനും ഒക്കെ പിന്നീട് പലരും ഉണ്ടായി കാണും. നമ്മൾ ആരെങ്കിലൊക്കെ ആയിട്ട് മുതിർന്നിട്ട് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് അങ്ങനെ പലരും ഉണ്ടായി കാണും. ഇത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ അമ്മയുടെ ഹൃദയത്തിൽ ഉരുവാകുന്ന ആ നിമിഷം തൊട്ട് നമ്മളെ കേൾക്കുകയാണ്. അങ്ങനൊരു അറ്റൻഷൻ നമുക്ക് ലോകത്ത് നിന്ന് എവിടെയും കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ ശ്രദ്ധയാണ്. സമധാനിയുടെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം ഒരു ഉറുദു കവിതയുടെ പരിഭാഷ ചൊല്ലുന്നുണ്ട്. വീട്ടിൽ വന്ന് അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് കരയും, ചന്തയിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടത്തിന് പോലും നല്ല വിലയാണ് എന്ന് പറഞ്ഞാൽ, വീട്ടിൽ പോയി വന്ന് അച്ഛനും അമ്മയും പരസ്പരം കരയാണ്. ചന്തയിൽ പോയപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മണ്ണുകൊണ്ടുള്ള കളിപ്പാട്ടത്തിന് പോലും നല്ല വിലയായിരുന്നു എന്ന് പറഞ്ഞാണ് ആ രക്ഷിതാക്കളെ തേങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട വരികളാണ്. ഈ കാലം ഓർത്തിരിക്കേണ്ട വരികളാണ്. പരസ്പരം ഓർത്തിരിക്കേണ്ട വരികളാണ്. നമ്മൾ എന്താണ് പരസ്പര സൗഖ്യത്തിന് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കേണ്ടത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കുറിപ്പിലെ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം വീട്ടിൽ വരികയാണ്. നാളുകൾക്ക് ശേഷം. ആ കാലത്ത് നമുക്കറിയാമല്ലോ, പറയേണ്ട കാര്യമില്ല, പ്രത്യേക മെസ്സേജ് അയക്കാനൊന്നും സാധിക്കില്ല, എഴുത്തയക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് പുള്ളി പോയി കുറെ കഴിഞ്ഞിട്ട് വന്നു. രാത്രി വൈകി വന്ന് വാതിലിൽ മുട്ടിയപ്പോ ഉമ്മ പോയിട്ട് വാതിൽ തുറന്നു. ഉമ്മ പറഞ്ഞു, ആ നീയാണോ, വന്ന് ഭക്ഷണം കഴിക്കാം. രാത്രി ഏറെ വൈകി വന്ന മകനോട് ആ ഉമ്മ പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കാം. ബഷീറിന് അതിശയമായി. ബഷീർ ചോദിച്ചു, ഉമ്മയ്ക്ക് എങ്ങനെ അറിയാം ഞാൻ ഇന്ന് വരുമെന്ന് എങ്ങനെ അറിയാം? അപ്പോ അമ്മ മറുപടി പറഞ്ഞത്, ഞാൻ എന്നും എടുത്തു വെക്കാറുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ അറ്റൻഷൻ. അത് വേറെ എവിടെയും കിട്ടൂല. അതുകൊണ്ട്
നമ്മുടെ ശ്രദ്ധ ആവശ്യമുള്ള ധാരാളം ഇടങ്ങളുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാനായിട്ട് സാധിക്കണം. വീടെപ്പോഴും മടങ്ങി വരാനുള്ള ഒരു പ്രചോദനമായി തീരണം. നമ്മൾ പലപ്പോഴും യാത്രയൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ വേഗം എത്താൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എവിടെയാ? ഏറ്റവും വേഗം അല്ലേ? ചിലര് ആ വഴിക്ക് പോകും, വീട്ടിലേക്ക് പോകണ്ട. വീട് എപ്പോഴും നമ്മെ വളരെയേറെ ആകർഷിക്കുന്ന ഒരു ഘടകമായിട്ട് മാറണം. നമുക്ക് വളരെ പരിചിതമായ കഥയാണ് ധൂർത്തപുത്രന്റെ കഥ. ആ ധൂർത്തപുത്രന്റെ കഥയിലെ ഈ മകൻ എങ്ങനെയാണ് വീടിനെ കുറിച്ച് ഓർക്കുന്നത്? എന്റെ അപ്പന്റെ ഭവനത്തിൽ ജോലിക്കാർ പോലും ഭക്ഷണം മിച്ചം വെക്കുന്ന ഓർത്ത. വീടിനെ കുറിച്ച് ഓർത്തപ്പോ അയാൾക്ക് തിരിച്ചു വരാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സ്മരണ നമ്മുടെ തലമുറകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. മടങ്ങി വരാനുള്ള ഒരു പ്രേരണ ഉണ്ടാക്കി കൊടുക്കണം. അവരെത്ര ദൂരത്തായാലും ആ സ്നേഹത്തിലേക്ക് വരും. ആ അപ്പൻ ആ മകനെ അന്വേഷിച്ചു പോയില്ലെങ്കിലും അപ്പൻ ഉറപ്പുണ്ട്, അവൻ വരുമെന്നുള്ള ഉറപ്പിൽ കാത്തിരിക്കുന്ന ഒരു അപ്പൻ ആ ഉമ്മറത്തുണ്ടായിരുന്നു, മുറ്റത്തുണ്ടായിരുന്നു. അയാൾ മടങ്ങി വരുന്നതും കാത്തിരുന്നു, പിന്നാലെ പോയില്ല. കാരണം ഈ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ളത് കൊടുത്തിട്ടാ വിട്ടിട്ടുള്ളത്. അയാൾ ഓർക്കുന്നത് ദൂരെ ഒരു പന്നിയുടെ കൂട്ടിൽ കിടക്കുമ്പോ അതിന് ആഹാരം കൊടുക്കുമ്പോ പരിചരിക്കുമ്പോ അതുപോലും ലഭിക്കാതെ വന്നപ്പോ ആ മനുഷ്യൻ സ്വന്തം ഭവനത്തെ ഓർത്തു. എന്റെ വീട്ടിൽ വേലക്കാർ ഭക്ഷണം വയ്ക്കും. ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ? നമ്മുടെ മക്കളൊക്കെ വീട് വിട്ടു പോയി കുറെ കഴിയുമ്പോൾ ഫോണിലൂടെ ഒരു തേങ്ങലോടെ വിളിച്ച് ഞാൻ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോ ഈ പിതാവിനെ ഓർക്കണം കേട്ടോ. ഈ പിതാവിനെ ഓർക്കണം. കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് നമുക്ക് ആരെയും വീണ്ടെടുക്കാൻ തിരുത്താനും കഴിയില്ല. പിന്നെ യോഹന്നാന്റെ മകനായ ശീമോനെ നീ എന്നെ ഇവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ള ആ ചോദ്യത്തിന്റെ മുനയിലാണ് മനുഷ്യന്റെ ഹൃദയം വീഴുന്നത്. അവിടെയാണ് അവൻ പശ്ചാത്തപിച്ച് അനുതപിച്ച് മടങ്ങി വരാനുള്ള പ്രേരണ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പരസ്പര സൗഖ്യം നമുക്ക് വളരെയേറെ ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിലെ നമ്മൾക്ക് ഏശാവിന്റെയും യാക്കോബിന്റെയും കഥ അറിയാം അല്ലേ? ഏശാവിന്റെയും യാക്കോബിന്റെയും കഥ അറിയാം. അവിടെ നമ്മൾ ഒന്നുകൂടെ ആഴമായി പഠിക്കേണ്ടത് മടങ്ങിപ്പോയ അല്ലെങ്കിൽ വീട് വിട്ടുപോയ യാക്കോബ് മടങ്ങി വരുന്നതാണ്. എന്തിനു വേണ്ടിയാ മടങ്ങി വരുന്നത്? എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഏശാവുമായി സമരസപ്പെടുവാനാണ് തിരിച്ചു വരുന്നത്. ഏശാവുമായി സമരസപ്പെടണം. കാരണം ഏശാവിനെയും അപ്പനെയും ഒക്കെ കളിപ്പിച്ചാണ് യാക്കോബ് പോയതെങ്കിലും യാക്കോബിന്റെ ഉള്ളിലെ ഈ മടങ്ങി വരവ് വലിയൊരു സ്വപ്നമായിരുന്നു. മടങ്ങി വരണം, പക്ഷെ മടങ്ങി വരാൻ ഭയമുണ്ട്. എന്താണ് ഭയം? ഏശാവ് നല്ല നായാട്ടുകാരനാണ്. ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരു പക്ഷേ നല്ല പണി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ നല്ല പേടിയുണ്ട്. പക്ഷെ നിരപ്പാകാതിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഏശാവിനെ സമ്മാനങ്ങളുടെ ഒരു പെരുമഴയുമായി ഒരു വലിയ സമ്മാനപ്പൊതിയുമായിട്ട് ഏശാവിനെ യാക്കോബ് കാണാൻ വരുന്നുണ്ട്. ഏശാവ് ആ സമ്മാനങ്ങൾ സ്വീകരിക്കാതെ യാക്കോബിന്റെ അടുത്തേക്ക് വരുമ്പോ യാക്കോബ് വല്ലാതെ വിറച്ചു കാണും. യാക്കോബ് വല്ലാതെ ഭയപ്പെട്ട് കാണും. തന്നെ കൊല്ലാൻ വരുന്നതാണ്. പക്ഷെ ഏശാവ് യാക്കോബിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. രണ്ടുപേരും കരഞ്ഞു. എത്ര വർഷത്തെ അകലമായിരുന്നിട്ടും ആ നിരപ്പിന്റെ അനുഭവത്തിൽ അവർ രണ്ടുപേരും കരഞ്ഞു. ഏശാവ് പറഞ്ഞു, എനിക്ക് ഒരു സമ്മാനവും വേണ്ട, എനിക്കുള്ളതെല്ലാം എൻ്റെ ദൈവം നൽകിയിട്ടുണ്ട്, എനിക്കൊരു സമ്മാനവും വേണ്ട. അങ്ങനെ ഏശാവ് യാക്കോബുമായി നിരന്ന സമയത്ത് യാക്കോബ് ഏശാവിനെ നോക്കി പറയാണ്, ഇപ്പോൾ നിന്റെ മുഖം ദൈവത്തെ പോലെ ഇരിക്കുന്നു. ഇപ്പോൾ നിന്റെ മുഖം ദൈവത്തെ പോലെ
ഇരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു പരസ്പരം നിരപ്പാക്കാനുള്ള ഒരു ശുശ്രൂഷയാണ്. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ രക്ഷിപ്പാൻ വന്നത് എന്ന് പറയുമ്പോൾ ഈ നിരപ്പിന്റെ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ ഓർക്കണം. നമുക്ക് വിശുദ്ധ കുർബാനയിലെ യാക്കോബിന്റെ തക്സയിലും മറ്റ് ചില തക്സകളിലും വൈദികർ ചൊല്ലുന്ന തുബ്ദേൻ കഴിഞ്ഞ് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും വിശ്വാസികളായി വാങ്ങിപ്പോയവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. അതിന്റെ ആശയമാണ് കേട്ടോ, ആശ്വസിപ്പിക്കണമേ. എന്നിട്ട് അതിനോട് ചേർന്ന് വായിക്കുന്നുണ്ട്, നിന്റെ സന്നിധിയിൽ കുറ്റം തീർന്നവനായി നിന്റെ ഏകജാതൻ മാത്രമല്ലാതെ മറ്റാരുമില്ലല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രാർത്ഥന? പുരോഹിതനും ചൊല്ലുന്ന അതാണ്, നിന്റെ സന്നിധിയിൽ കുറ്റം കൂടാത്തവനായി നിന്റെ ഏകജാതൻ മാത്രമല്ലാതെ വേറെ ആരുണ്ട് എന്നാണ് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്ത് ആവശ്യമാണ്? ആരും എന്ന് മാറി നിൽക്കപ്പെട്ടവരല്ല, സൗഖ്യം ആവശ്യമുള്ളവരാണ്. പണ്ട് ചങ്ങമ്പുഴ എഴുതിയൊരു വരിയുണ്ട്, കുറ്റപ്പെടുത്തുവാൻ ഇല്ലതിൽ നാമെല്ലാം എത്രയായാലും മനുഷ്യരത്ര. കേട്ടിട്ടുണ്ടോ? കുറ്റപ്പെടുത്തുവാൻ ഇല്ലതിൽ നാമെല്ലാം എത്രയായാലും മനുഷ്യരത്ര. രമണനിലെ ഒരു വരിയ, കുറ്റപ്പെടുത്തുവാൻ ഒന്നും ആരും ആയിട്ടില്ല, ആരും കുറ്റപ്പെടുത്തണ്ട, എത്രയായാലും നാം മനുഷ്യരത്രേ. ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്റെ ഏകജാതൻ മാത്രമല്ലാതെ കുറ്റം തീർന്നവനായി മറ്റാരുമില്ലല്ലോ എന്നാണ് നമ്മുടെ പ്രാർത്ഥനയിലെ നമ്മൾ ചൊല്ലുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മുടെ വാങ്ങിപ്പോയവരുടെ ശുശ്രൂഷ ഇത് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നത്. നമ്മൾ ഒരുപാട് ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്, മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചൊല്ലുന്നതാ, സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ, മൃതിപാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. മരിച്ചു പോകുമ്പോൾ നമ്മളിതാണ്, നമ്മൾ പാതാളത്തിലെ ആ വാതിൽ എന്നെ മൃതി ബന്ധിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാവരും സാധാരണക്കാരാണെങ്കിലും വൈദികരാണെങ്കിലും ഒക്കെ ഇത് പറഞ്ഞാൽ പോകുന്നു. വൈദികരുടെ ശവസംസ്കാര ശുശ്രൂഷയിലെ ഒരു പാട്ട് കഴിഞ്ഞ ദിവസം വൈദിക സമ്മേളനത്തിലെ ഒരു സാറ് വളരെ വിശദമായിട്ടൊന്ന് പറഞ്ഞു. അത് ചേർന്ന് എനിക്കും നമ്മൾ ഓരോന്ന് കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ അറിയാവുന്നതും അല്ലെങ്കിൽ വായിച്ചതാണെങ്കിലും കുറച്ചുകൂടെ കൂടുതൽ നമ്മെ തൊടുന്നത്. വൈദികരുടെ ശവസംസ്കാരത്തിൽ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പാട്ടാണ് നശ്വരമാമിയുടെ എന്നുള്ളത്. അതിലൊരു വരിയുണ്ട്, നീ കിളിയെ പോലെ വീഴിച്ചു കെണികളിലെന്നെ, ഞാൻ പോകും നേരം വിരലുകളിൽ നീ പിടികൂടി. അപ്പൊ വൈദികരും പറയുന്നത് എന്താണ്? ഒരു പക്ഷി, ഒരു കിളി എങ്ങനെ കെണിയിൽ അകപ്പെടുന്നു എന്നതുപോലെ ഈ ലോകം എന്നെ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ട്, ഈ ലോകം എന്നെ കെണിയിൽ വീഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് എന്നെ വിടുവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും എന്നെ വിടുവിക്കണം, എനിക്ക് മാപ്പ് തരണം, ദൈവം എന്നെ അനുഗ്രഹിക്കണം, എന്നെ കരുണ കാണിക്കണം എന്നത് നമ്മുടെ അവസാനത്തെ യാത്രയിൽ പോലും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആ പ്രാർത്ഥനയോടെയാണ് നമ്മളൊക്കെ ഇവിടുന്ന് പോകുന്നത്. നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും നമുക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ ഭാഷയിൽ പാടിക്കൊണ്ടാണ് നമ്മളെ യാത്രയാക്കുന്നത് എന്ന് ഓർക്കുക. പരസ്പരം സൗഖ്യം വേണം. കുനിഞ്ഞ് കർത്താവ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ എല്ലാവരും കൂടെ കല്ലുമായിട്ട് ഓടിച്ചു കൊണ്ടുവന്നു. ആ കാലഘട്ടത്തിന്റെ ശബ്ദമായിരുന്നു പ്രിയമുള്ളവരെ. എല്ലാവരുടെയും കയ്യിൽ കല്ലുകളുണ്ട്.
യേശു അവിടെ മൗനമായിട്ടിരുന്നു. എല്ലാറ്റിനും ഒരു മൗനം വളരെ ആവശ്യമാണ്. ശ്രീബുദ്ധന്റെ അടുത്ത് രാവിലെ വന്ന് ഒരാള് ശ്രീബുദ്ധനെ കുറേയേറെ തെറി വിളിച്ചു, കുറേയേറെ ചീത്ത പറഞ്ഞു. ഒന്നും മിണ്ടുന്നില്ല, കേട്ടുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അരിശം മൂത്ത് അയാള് ബുദ്ധന്റെ മുഖത്തടിച്ചു. എന്നിട്ടൊന്നും മിണ്ടിയില്ല. കാരണം ബുദ്ധൻ പലതും പഠിപ്പിക്കാൻ ശ്രമിച്ചത് മൗനം കൊണ്ടാണ്. അയാള് പോയപ്പോ ബുദ്ധന്റെ അനുയായികൾക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞങ്ങളുടെ ഗുരുവിന് വന്ന ഒരാള് മുഖത്തടിച്ചിട്ട് അയാൾ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ ഗുരുനാഥനോട് ചോദിച്ചു, എന്താണ് അങ്ങ് മിണ്ടാതിരുന്ന്? അങ്ങ് തെറി വിളിച്ചു, വഴക്കുണ്ടാക്കി, ഒരുപാട് ആക്ഷേപിച്ചു, മുഖത്തൊടിച്ചു, എന്നിട്ടും എന്താണ് ഒന്നും മിണ്ടാഞ്ഞത്? അതിനും ബുദ്ധൻ ഒന്നും മിണ്ടിയില്ല. ഈ മൗനത്തിന് വളരെയേറെ ശക്തിയുണ്ട്. മനുഷ്യബന്ധങ്ങളെ വിളക്കി യോജിക്കുവാൻ ഇത് വളരെയേറെ ശക്തമാണ് മൗനം എന്ന് പറയുന്നത്. പെൺമക്കളെ കല്യാണം കഴിച്ചെടുത്തിട്ട് ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു വരവുണ്ട് ഒരു വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ഫോണിലോ നേരെ ഭർത്താവിന്റെയോ ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞാൽ അമ്മയും അപ്പനും എന്ത് ചെയ്യണം? ഒരു നിമിഷം മൗനം പാലിക്കണം, അല്ലെങ്കിൽ അതുപോലെ തീപ്പന്തമായിട്ട് മാറും. അവിടെ നിന്നുള്ള അതേ ശബ്ദത്തിൽ ഇങ്ങോട്ട് ഒരു വോയിസ് കേട്ടാൽ, അല്ലെങ്കിൽ ഇവിടെ വന്ന് പറയുമ്പോൾ നേരെ ഫോൺ എടുത്താൽ ശരിയാക്കി തരാം, ഇപ്പൊ തന്നെ ഞാൻ ഒന്ന് വിളിക്കട്ടെ അവനെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കാൻ ഒരുമ്പിടുന്നതിന് മുമ്പ് ഒന്നും മൗനം ഒരു ദിവസം ഒന്ന് വെറുതെ ഇരിക്കുക. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അല്പം ഒരു വ്യത്യാസം വരും. അങ്ങനെ ഈ മനുഷ്യൻ പോയിട്ട് ബുദ്ധൻ അനുയായികളുടെ ചോദ്യങ്ങൾക്കും മൗനം തന്നെ പാലിച്ചു. സന്ധ്യ ആയപ്പോൾ രാവിലെ വന്ന ആള് വീണ്ടും വന്നിട്ട് ബുദ്ധനോട് പറഞ്ഞു, എനിക്ക് വളരെയേറെ മനപ്രയാസമായി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങയെ ഉപദ്രവിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങയെ കുറെ തെറി വിളിച്ചു. ബുദ്ധൻ അതിന് മൂളി, ഞാൻ അവസാനം അങ്ങയുടെ മുഖത്തടിച്ചു, ശരി, അങ്ങ് എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, അങ്ങനോട് ക്ഷമിച്ചു എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ബുദ്ധൻ മറുപടി പറഞ്ഞു, അതിനെ രാവിലെ വന്ന ആളല്ലല്ലോ ഇപ്പോ വന്നത്. രാവിലെ വന്ന ആളെ അല്ല, രാവിലെ വന്ന് വഴക്ക് പറഞ്ഞ് ആക്ഷേപിച്ച് മുഖത്തടിച്ച ആളല്ല, ഉച്ച കഴിഞ്ഞ് രാത്രി വന്നത് വേറൊരു മനോഭാവത്തിലല്ല ആള്. ബുദ്ധൻ പറഞ്ഞു, ഞാൻ ആരോടാണ് ക്ഷമിക്കേണ്ടത്? നിങ്ങളിപ്പോ രാവിലെ വന്ന ആളേ അല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സൗഖ്യം നമുക്കെല്ലാവർക്കും പരസ്പരം ആവശ്യമുള്ളതാണ്. ക്ഷമിച്ചു കിട്ടിയവന്റെ ആനന്ദം അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മൾ നമ്മെ തന്നെ ദൈവം മുൻപാകെ അനുതാപത്തോടെ നിർത്താനുള്ള ഒരു ആശയമാണ് പറയാനായിട്ട് ആഗ്രഹിച്ചത്. ക്ഷമിച്ചു കിട്ടിയവന്റെ ആനന്ദം നമ്മൾ എന്നും ചൊല്ലുന്നതാണ് നമ്മുടെ പ്രാർത്ഥനയിൽ. ഏതെന്നറിയാമോ? നമ്മുടെ കർത്തൃ പ്രാർത്ഥനയിൽ നമ്മൾ എന്താ ചൊല്ലാറ്? നമ്മൾ ഇന്ന് ഏറ്റു പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്നും ദൈവമുൻപാകെ വാക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ക്ഷമിച്ചു കിട്ടിയവന്റെ, ഇളച്ചു കിട്ടിയവന്റെ ആനന്ദം സ്തോത്രത്തോടുകൂടെ നമ്മൾ പറയുന്നതാണ്. ഇവിടെ ഓരോ പ്രാർത്ഥനയിലും അതുണ്ട്. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ. അപ്പൊ ദൈവമുൻപാകെ നമ്മളൊരു ദിവസം എത്ര തവണ ഈ ഏറ്റുപറച്ചിൽ നടത്തിയിട്ടുണ്ട്? ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് എന്നോടും ക്ഷമിക്കണമേ. അപ്പോ ഈ ആനന്ദം നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, അയൽക്കാരോട്, നമ്മുടെ ഭവനത്തിലൊക്കെ ഈ ക്ഷമ എന്ന മഹാകരുണയെ പ്രാവർത്തികമാക്കുമ്പോൾ അതിന്റെ നേട്ടം അവരവർക്ക് തന്നെ ഇവിടുന്ന് കിട്ടുകയാണ്. അല്ലെ? അതല്ല നമ്മുടെ പ്രാർത്ഥന. വെറുതെ പറയുന്നതല്ലോ. ആ പ്രാർത്ഥനയ്ക്ക് ഒരു അർത്ഥമില്ലേ? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ? ഞങ്ങളുടെ കടക്കാരോട് നമുക്ക് ക്ഷമിക്കാം. ജീവിതത്തില് നമ്മള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്നവരാണ്, അല്ലേ? സഭ പഠിപ്പിക്കുന്ന, കർത്താവ് പഠിപ്പിച്ച പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതുന്നവരാണ്. നിങ്ങളുടെ ഒരു ചുവട്ടത്ത് അടിച്ചാൽ മറ്റേ ചുവടും അവിടെ വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. നിന്റെ കൂടെ ഒരു നാഴിക നടക്കാൻ ആഗ്രഹിക്കുന്നവന്റെ ഒപ്പം 2 നാഴിക നടക്കാൻ തയ്യാറാവുക എന്നത്.
നിന്റെ പുതപ്പെടുക്കുന്നവനെ വസ്ത്രം തടയരുത് എന്ന് പറയുന്നത്, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് അപ്രാപ്യമായ കാര്യങ്ങളാണ്. നമ്മൾ പൊതുവെ ചിന്തിക്കുന്നവരാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരു ചെറിയ കാൽവെപ്പ് നടത്തിക്കൂടെ? നമ്മളോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാനുള്ള ഒരു പരിശീലനം, ഒരു കൃപ നമ്മുടെ ഈ ആധ്യാത്മിക ശുശ്രൂഷകളിലൂടെ നമുക്ക് ലഭിക്കേണ്ടതല്ലേ? എത്ര നിസ്സാരമായ കാര്യങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാതെ മനസ്സ് വീർപ്പുമുട്ടി കഴിയുന്നവരാണ് പലപ്പോഴും നമ്മൾ. ഒരു നിമിഷത്തെ മൗനത്തിന് പകരം ആക്രോശമായി ബന്ധങ്ങളെ എന്തുമാത്രം വഷളാക്കി കളഞ്ഞവരാണ് നമ്മൾ. ക്രിസ്തു നമുക്ക് കാണിച്ച സാക്ഷ്യത്തെ ക്ഷമയും കരുണയുമില്ലാതെ പരസ്പരം സൗഖ്യം ആവശ്യമുള്ളവരാണ് നാം എല്ലാവരും എന്ന ഒരു ചിന്ത പോലുമില്ലാതെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ മനസ്സിനെ നോവിച്ചവരാണ്. അവിടെ കർത്താവ് പഠിപ്പിച്ച ഏറ്റവും സുന്ദരമായ ലളിതമായ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് നിൽക്കാം. എന്താണ് പ്രാർത്ഥന? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രിയമുള്ളവരെ, ഈ മുഴങ്ങിയ മണിനാദത്തിന്റെ ശബ്ദത്തിൽ, അലയൊടികളിൽ ക്ഷമിക്കുവാൻ നമ്മളെ പഠിപ്പിക്കാൻ, ക്ഷമിക്കുവാനുള്ള വലിയ കരുണ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഈ സമയം മൂലം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആമുഖമായി വായിച്ച ആ വാക്യം നമ്മുടെ ഹൃദയത്തിന്റെ നനവുള്ള ക്രിസ്തു പറഞ്ഞ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലും അതേ ഭാവം തന്നെ സൃഷ്ടിക്കട്ടെ. രോഗികൾക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യന്മാരെ കൊണ്ട് ആവശ്യമില്ല. നമ്മളെല്ലാവരും രോഗികളാണ്. ചുങ്കക്കാരെ പാപികളെയും ആണ് ഞാൻ രക്ഷിപ്പാൻ, നീതിമാന്മാരെയല്ല പാപികളെയാണ് രക്ഷിപ്പാൻ വന്നത്. ഇതിലെ നമ്മൾ ഏതു ഭാഗത്തായിരിക്കുമെന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ആ പരസ്പര ക്ഷമയുടെ, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ആ ഒറ്റ ഏറ്റുപറച്ചിലിൽ തന്നെ കുഞ്ഞാടുകളെ മേയ്ക്കുവാനുള്ള കടമ വീണ്ടും നേടിയ ശീമോനെ പോലെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുവാൻ, വ്യക്തിപരമായി നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് സൃഷ്ടിക്കുന്ന സൗന്ദര്യം വളരെ വലുതായിരിക്കും എന്നോർക്കുവാൻ ഇന്നത്തെ ദിവസം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട എൽദോച്ചൻ എൻ്റെ ഒരു അടുത്ത ചങ്ങാതിയാണ്. അച്ഛനൊരു അവസരം തന്നതിൽ അച്ഛനോടും, അതുപോലെ ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടിയച്ഛൻ സെമിനാരിയിലെ ഒക്കെ പഠിക്കുന്ന സമയം മുതലൊക്കെയുള്ള ബന്ധമാണ്. ഇവിടുത്തെ ജെറിനച്ഛനോടും ഒക്കെയുള്ള ഹൃദയംഗമായ സ്നേഹം അറിയിക്കുന്നു. ഇവിടെ മദ്ബഹ ശുശ്രൂഷകനായിട്ട് പ്രവർത്തിക്കുന്ന മാത്യൂസും ഇപ്പം ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന പള്ളിയിൽ നിന്നാണ് മാത്യൂസ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കാവലായിരിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.